കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങളിൽ വളരെയേറെ പങ്കുവഹിക്കുന്നവരാണ് മാതാപിതാക്കളെപ്പോലെ തന്നെ അധ്യാപകരും. അവരുടെ വ്യക്തിത്വ വികസനത്തിനും ആത്മവിശ്വാസം കൂട്ടാനും മുന്നോട്ടുള്ള യാത്രയിൽ പ്രോത്സാഹനം നൽകേണ്ടതും അധ്യാപകരുടെ കടമയാണ്. കുട്ടികൾ അവർ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ഭൂരിഭാഗവും ചിലവഴിക്കുന്നത് സ്കൂളുകളിലാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നുള്ള നല്ലതും മോശവുമായ എല്ലാത്തരം അനുഭവങ്ങളും അവരെ സ്വാധീനിക്കും. ചിലപ്പം അവരുടെ ഭാവി തന്നെ തകർന്നുപോകും. മിക്ക അധ്യാപകരും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ എല്ലാ സ്കൂളുകളിലും ചിലരെങ്കിലും അങ്ങനെ അല്ലാത്തവരുമുണ്ട്, ടോക്സിക് ആയവർ. ഇങ്ങനെയുള്ള അധ്യാപകരെ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള വഴികളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യം തന്നെ എന്താണ് ടോക്സിക് ടീച്ചർ എന്ന് നോക്കാം. സ്ട്രിക്റ്റ് ആയ, ഡിമാൻഡിംഗ് ആയ ടീച്ചേഴ്സ് ഒരുപാടുണ്ട്. എന്നാൽ ഇത് ടോക്സിസിറ്റി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ടോക്സിക് ബിഹേവിയർ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിലൂടെ തിരിച്ചറിയാം. പബ്ലിക്കായി കുട്ടികളെ അപമാനിക്കുന്നത്, ഫേവറിറ്റിസം കാണിക്കുന്നത്, പതിവായി കുട്ടികളെ താഴ്ത്തിക്കെട്ടുന്നത്, അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ അവഗണിക്കുന്നത്, തമാശ രൂപേണ പേഴ്സണൽ അറ്റാക്ക് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് അനുഭവിക്കുന്നതെങ്കിൽ അത് ശരിയല്ല എന്ന് കുട്ടികൾ തിരിച്ചറിയുക. സമാധാനമായി പഠിക്കാനുള്ള അന്തരീക്ഷം അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ കാണുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ടോക്സിക് ടീച്ചേഴ്സിനെ ഡീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ടഫായ ഒരു കാര്യമായി തോന്നാം. പക്ഷേ സ്മാർട്ടായി എന്നാൽ ബഹുമാനത്തോടെയും അവരെ ഡീൽ ചെയ്യാൻ വഴികളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അതിലാദ്യം തന്നെ എന്ത് തന്നെ ആയാലും ബഹുമാനത്തോടെ തന്നെ തിരിച്ചു പെരുമാറാൻ ശ്രദ്ധിക്കുക. അവര് മോശമായി ബിഹേവ് ചെയ്താലും തിരിച്ച് ആർഗ്യൂ ചെയ്യാതിരിക്കുക. മെച്യൂർഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക. അത് നിങ്ങളെ പിന്നീട് സഹായിക്കും. പേഴ്സണലായി ഒന്നും എടുക്കാതിരിക്കുക. അവരുടെ ടോക്സിക് ബിഹേവിയറിന് കാരണം അവരുടെ പ്രശ്നങ്ങളാണ്, അല്ലാതെ നിങ്ങളുടെ പ്രശ്നമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ മൂല്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അവരെന്തു തന്നെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് വിലയുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുക. എല്ലാം രേഖയായി സൂക്ഷിക്കുക. നിങ്ങളോട് വളരെ മോശമായി പെരുമാറിയ അല്ലെങ്കിൽ ഹറാസ് ചെയ്ത ഡേറ്റുകളും ഉപയോഗിച്ച വാക്കുകളും ഇതിനാരെങ്കിലും സാക്ഷിയായിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകളുമൊക്കെ എഴുതി വയ്ക്കുക. ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ഉപകരിക്കും, പ്രത്യേകിച്ച് കംപ്ലൈന്റ് കൊടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത്. പഠനത്തിൽ ശ്രദ്ധിക്കുക. അവരുടെ സബ്ജക്റ്റും അവരുടെ പെരുമാറ്റവും കൂട്ടിക്കുഴയ്ക്കാതെ സെപ്പറേറ്റ് ആയി കാണാൻ ശ്രമിക്കുക. ടോക്സിക് ടീച്ചേഴ്സിനോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഓൺലൈൻ വീഡിയോസ് വഴിയോ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നോ മറ്റ് സഹപാഠികളോട് ചോദിച്ചു പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുക. പ്രത്യേകിച്ച് മുതിർന്ന ആരോടെങ്കിലും, മാതാപിതാക്കളോ സ്കൂൾ കൗൺസിലറോ നിങ്ങളെ ഇഷ്ടമുള്ള മറ്റേതെങ്കിലും ടീച്ചേഴ്സോ ആകാം അത്. നിങ്ങളിത് ഒറ്റയ്ക്ക് സഹിക്കേണ്ട കാര്യമല്ല. മുതിർന്ന ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തി പക്വതയോടെ പരിഹാരം കാണാൻ ശ്രമിക്കണം. കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യുക. അതായത് പതിവായിട്ട് നിങ്ങളെ ഹറാസ് ചെയ്യുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനത്തെ ബാധിക്കുമെന്ന് തോന്നിയാൽ ധൈര്യമായി സ്കൂൾ അതോറിറ്റിയോട് റിപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക. സെൽഫ് കെയർ ചെയ്യാൻ തുടങ്ങുക. ജേർണലിംഗ്, ബ്രീത്തിങ് എക്സസൈസ്, അതുപോലെ തന്നെ അടുത്ത കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ സംസാരിക്കുന്നത് ഒക്കെ ഇതിന് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ ഈ ലോകത്ത് ആർക്കും അധികാരമില്ല എന്ന് തിരിച്ചറിയുക. ബഹുമാനം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. മെച്ചമായ പഠന സാഹചര്യം നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി പറയാനുള്ളത് മാതാപിതാക്കളോടാണ്. കുട്ടികൾ പൊതുവെ സ്കൂളിൽ ടീച്ചേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ വന്ന് പറയാൻ മടിക്കുന്നത് തങ്ങളുടെ ഭാഗത്താണ് പ്രശ്നം എന്ന് മാതാപിതാക്കൾ തെറ്റിദ്ധരിക്കുമോ എന്ന് ഭയന്നിട്ടാണ്. അപ്പോൾ കുട്ടികളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടതും അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവരോട് ചോദിക്കേണ്ടതും എല്ലാ ദിവസവും സ്കൂളിലെ വിശേഷങ്ങൾ അവരോട് ചോദിച്ച് അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടതും നിങ്ങളുടെ കടമയാണ്. ഇനി കുട്ടികൾ ഇങ്ങനെയൊരു പ്രശ്നം വന്ന് പറയുമ്പോൾ അതിനെ ജഡ്ജ് ചെയ്യാതിരിക്കുക. സത്യം അറിയാൻ ശ്രദ്ധിക്കണം. എന്തു വന്നാലും അവരുടെ കൂടെ നിങ്ങൾ ഉണ്ടാകും എന്ന ധൈര്യം അവർക്ക് കൊടുക്കുക. കംപ്ലൈന്റ് കൊടുക്കാൻ അവരെ സഹായിക്കണം. എന്നിട്ടും തുടരുകയാണെങ്കിൽ അവരുടെ ഭാവിയെ ഓർത്ത് സ്കൂൾ മാറി പുതിയൊരു അന്തരീക്ഷത്തിൽ പഠിക്കാൻ അവർക്കൊരവസരം കൊടുക്കുക.